ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഒരു സമയം ഈ ദൈവവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വളരെ സ്പെസിഫിക്കായിട്ട് പരിശുദ്ധാത്മാവ് കോട്ട് ചെയ്തിരിക്കുന്ന ചില വേദഭാഗങ്ങളെ ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഞാനിവിടെ വിളിച്ചു പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചന ഭാഗം, ഈ വചന ചിന്തകൾ നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും, നിങ്ങളെ ധൈര്യപ്പെടുത്തും, നിങ്ങളെ ബലപ്പെടുത്തും. 100% അത് ഉറപ്പാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്, ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്. ലോകത്തെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൃശ്യമായതൊന്നുമല്ല ഈ കാണുന്ന ലോകത്തിന് കാരണമായി തീർന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ സകലതും ഉളവായി. അങ്ങനെയാണെങ്കിൽ ഈ വചനം സ്വീകരിക്കുക, ഏറ്റെടുക്കുക. ജീവിതത്തിനകത്ത് ആ വചനത്തിലൂടെയുള്ള സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറട്ടെ. ദൈവവചനത്തിന് മുമ്പാകെ ഭയപ്പെടുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്ന, അതിനെ സ്വീകരിക്കുന്ന, ദൈവവചനത്തെ സാക്ഷാലാകുന്നതുപോലെ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം മാറ്റങ്ങളെ കൊണ്ടുവരും, അത്ഭുതങ്ങളെ കൊണ്ടുവരും. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നമ്മളോട് വ്യക്തിപരമായി ഇടപെടുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ വചന സന്ദേശങ്ങളിലൂടെയെല്ലാം നിങ്ങളോട് വ്യക്തിപരമായി സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ബൈബിളിൽ സ്പെസിഫിക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, എടുത്തു പറയത്തക്ക നിലവാരത്തിൽ കാണാൻ കഴിയുന്ന ഒരു വാചകമാണ് ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് തുടങ്ങി ആരംഭിക്കുന്ന വേദഭാഗങ്ങൾ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വാക്യങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. ഞാൻ നിന്നെ, ഞാൻ നിന്നെ. ഞാനിവിടെ പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിലെ വേദഭാഗങ്ങളാണ്. ദൈവം തൻ്റെ ഭക്തന്മാരോട് ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് ആരംഭിച്ച വേദഭാഗങ്ങൾ. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഈ ഭേദഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, പഴയ നിയമത്തിലെ വേദഭാഗങ്ങളാണെന്നും പറഞ്ഞ് നമുക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനമാണിത്. ഇത് സ്വീകരിക്കുന്നവർക്ക്, ഇത് വിശ്വസിക്കുന്നവർക്ക്, ഇത് ഏറ്റെടുക്കുന്നവർക്കാണ് അനുഗ്രഹം. പഴയ നിയമത്തിലെ ഈ ഞാൻ നിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേദഭാഗത്തെ പുതിയ നിയമത്തിലെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞ് അതിനെ സ്ഥാപിച്ചിട്ട് നമ്മൾ ആ വചനഭാഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എഴുതിയെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളോടുള്ള വ്യക്തിപരമായ ദൈവത്തിൻ്റെ ദൂതാണ്. പഴയ നിയമത്തിലെ ഈ ഞാൻ നിന്നെ എന്നുള്ള കോട്ട് പുതിയ നിയമത്തിൽ ഒരു തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് പരിചയപ്പെടാം. എബ്രായർ 13:5-6 വാക്യങ്ങളിൽ നിങ്ങളൊരു നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങളെ വായിച്ച വേദഭാഗം കേട്ടോ. ദ്രവ്യാഗ്രഹമില്ലാതെ നടക്കണം. കാരണം നിങ്ങളെ സഹായിക്കാൻ, ഉപേക്ഷിക്കാതിരിക്കുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കൈവിടാത്തൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതാ പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ വേദഭാഗത്തിന് പുതിയ നിയമസഭയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്കും ആ വചനങ്ങളെ ഏറ്റെടുക്കാൻ കഴിയും. അത് വിശ്വസിച്ചാൽ അതുപോലെ സംഭവിക്കും. ഇവിടെ പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. നീ ദ്രവ്യാഗ്രഹമില്ലാതെ നടക്ക്. പണമോഹം, ധനമോഹം നിനക്ക് വേണ്ട. നിന്നെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. കൈവിടാത്തൊരു ദൈവമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മറ്റൊരു തെളിവൂടെ പറഞ്ഞ് നമ്മൾ ദൂതുകളിലേക്ക് പ്രവേശിക്കുക കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ വ്യക്തികളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ശുശ്രൂഷയുടെ ജീവിതത്തിലൊരു വഴിത്തിരിവിന് വേണ്ടി താൻ സ്വീകരിച്ച പഴയ നിയമത്തിലൊരു വേദഭാഗമുണ്ട് കേട്ടോ. പ്രവർത്തികൾ 13:46-47 വാക്യങ്ങൾ.
യഹൂദന്മാരായ ആളുകൾ പൗലോസിനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ താൻ ജാതികളിലേക്ക് തിരിയുക, ജാതികളായ ആളുകളിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി താൻ തിരിയാൻ വേണ്ടി തന്നോട് ഇടപെട്ടൊരു വചനമാണ് താൻ കോട്ട് ചെയ്യുന്നത്. നമുക്കൊക്കെ ശ്രദ്ധിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13:46-47. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോടും പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ച് കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അല്ലയോ പൗലോസേ, ജാതികളിലേക്ക് തിരിയുവാൻ താങ്കളെ പ്രേരിപ്പിച്ച ദൈവവചനം എന്താ? ഒരു പ്രവാചകനും തലേ കൈവച്ച് പറഞ്ഞില്ല, ഒരു പാസ്റ്ററിൻ്റെ അടുത്ത്, ഒരു ശുശ്രൂഷകൻ്റെ അടുത്ത് ദൂതിന് വേണ്ടി പോയില്ല. താൻ വചനത്തിലൂടെ തന്നോട് ഇടപെട്ടൊരു വചനമുണ്ട്. എന്താണെന്നറിയാം? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനമാണ്. അതിവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. 13:47, പ്രവർത്തികളുടെ പുസ്തകം 13:47 പറയുന്നു, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. തൻ്റെ മിനിസ്ട്രിയുടെ ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുക, ജാതികളുടെ അപ്പോസ്തലനാകാൻ പോവുക. എന്താ കാര്യം? പ്രവാചന പുസ്തകത്തിലെ പഴയ നിയമത്തിലൊരു വാക്യം താൻ ഏറ്റെടുത്തു. ഞാൻ നിന്നെ, കണ്ട അവിടെയും പറയുന്നു, ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഈ വേദഭാഗങ്ങളെ കോട്ട് ചെയ്യുമ്പോൾ ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, എന്നോടുള്ള ദൈവശബ്ദമാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. ഇത് ദൈവത്തിൻ്റെ വചനമാകട്ടോ. സാക്ഷാലാകുന്നത് പോലെ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ വചനം അനുഗ്രഹമായിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് ദൈവം സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഈ ഒരു മെസ്സേജ് പറയാൻ എന്നെ പ്രേരിപ്പിച്ച, എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച വേദഭാഗമാണ് ആദ്യമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. ഒന്നുകൂടെ വായിക്കുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. യിരെമ്യാവിനോട് താൻ ഭാവിയിൽ എന്തായി തീരുമെന്ന് തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പ്രൊഫസി സ്വർഗത്തിലെ ദൈവം തന്നെ പറയുക. ജാതികൾക്ക്, രാജാക്കന്മാർക്കൊക്കെ പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ രാജാക്കന്മാരുടെ മേലും രാജ്യങ്ങളുടെ മേലും ജാതികളുടെ മേലും ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള പ്രൊഫറ്റിക്കൽ വേർഡ് പറഞ്ഞപ്പോൾ തൻ്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് താനങ്ങ് ഭയപ്പെട്ടു. താൻ പറഞ്ഞു, ഞാൻ ബാലൻ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഒരു ബാലൻ, ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? അപ്പോൾ ദൈവം പറയുക, ഒരു ബദാം വൃക്ഷം കാണിച്ചിട്ട്, ജാഗ്രത വൃക്ഷം കാണിച്ചിട്ട് ദൈവം പറയുക, എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് സംശയത്തോടല്ല നീ നിൽക്കുന്നത്, നിരാശയോടല്ലേ ദിവസങ്ങളിലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിന്നോട് പറഞ്ഞ വചനം അത് മാനുഷിക വചനമല്ല, ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നിന്നോട് അരുളി ചെയ്തത്. ഇന്ന് നിന്നെ വീണ്ടും ഉറപ്പിക്കുക, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. സാഹചര്യങ്ങൾ എങ്ങനെ നിനക്ക് അനുകൂലമായി വരും, എങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കും, ദൈവത്തിന് തെറ്റുപറ്റിയതായിരിക്കാം, ആ പോട്ട് സാരമില്ല എന്ന് പറഞ്ഞൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. ദൈവം പറഞ്ഞ കാര്യം എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ബൈബിൾ പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ച് കൊള്ളും. നമ്മളതോർത്ത് ഭാരപ്പെടേണ്ട കേട്ടോ. നമ്മൾ ജാഗരിക്കണം സ്തോത്രത്തിൽ. ഫിലിപ്പ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിക്കൊണ്ട്. അപ്പം നമ്മൾ ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ ആത്മീയത്തിൽ നിലനിന്നാൽ മതി. ബാക്കി കാര്യം ദൈവം ചെയ്തോളും. നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും.
നമുക്ക് സാധ്യമായത് നാം ചെയ്യുമ്പോൾ നമുക്ക് അസാധ്യമായത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നീ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ജാഗരിച്ച് ദൈവസന്നിധി സ്തുതിക്ക്. കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. നിൻ്റെ ഒരു കഴിവോ നിൻ്റെ ഒരു മിടുക്കോ നിൻ്റെ ഒരു സാമർഥ്യമോ നിൻ്റെ പണമോ ഒന്നും ദൈവം പറഞ്ഞ കാര്യം നടപ്പിലാകാൻ ദൈവത്തിന് ആവശ്യമില്ല. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തൻ ആയ യാക്കോബിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. യിരെമ്യാവിനോട് പറഞ്ഞ അതേ രീതിയിൽ യാക്കോബിനോട് പറയുക, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഈ ഞാൻ നിന്നെ എന്നുള്ള പദം ഇവിടെ ആവർത്തിക്കുക. ഞാൻ അരുളി ചെയ്തത് ഞാൻ നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവം പറഞ്ഞ കാര്യങ്ങളെ ദൈവം നിവർത്തിക്കും. ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. മറ്റൊരു വേദഭാഗം യോശുവയുടെ പുസ്തകം 1-5 നിൻ്റെ ജീവിതകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കത്തില്ല. മോശയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരനായ യോശുവയെ ദൈവം വിളിച്ച് വേർതിരിക്കുക. അപ്പോൾ പറയുക, നിൻ്റെ ജീവിതകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുക. നീ ആരെയും ഭയപ്പെടരുത്, നീ പേടിക്കരുത്. നിന്നെ വിളിച്ചത് ഞാനാ, നിന്നെ വേർതിരിച്ചത് ഞാനാ, നിന്നെ ജനത്തെ നയിക്കുവാൻ വേണ്ടി ആക്കി വെച്ചത് ഞാനാ. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആ പദം ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാവിലെ അല്ല ഏത് സമയത്ത് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടാലും പറയാൻ പറ്റുമോ, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവമുണ്ട്. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കുമെന്ന് പറഞ്ഞ ദൈവമുണ്ട്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ മേൽ ഞാൻ നിനക്ക് വേണ്ടി ജാഗരിക്കും എന്ന് പറഞ്ഞ ദൈവമുണ്ട്. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഏറ്റെടുത്തോണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പേഴ്സണലി അത് പറയുന്നത്. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും. അടുത്ത സ്റ്റെപ്പുകൾ വെക്കണമെന്നല്ലേ ഭാരപ്പെടുന്നേ. തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും. നല്ല ആലോചനക്കാരനായി, നല്ല വഴികാട്ടിയായി സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. സങ്കീർത്തനം 50:15 കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിന്നെ വിടുവിക്കും. ഇതൊരു പ്രവചന ശബ്ദമായി ഏറ്റെടുക്കാമോ? ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെക്കും, ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. മറ്റൊരു കോർ വേഴ്സിലേക്ക് നമ്മൾ പോവുക കേട്ടോ. യെശയ്യാ 41:10 ഈ ഞാൻ എന്നുള്ളതെടുത്ത് സ്വർഗത്തിലെ ദൈവം നമ്മളോട് വ്യക്തിപരമായി ഇടപെടുന്നതായിട്ട് വിശ്വസിക്കുക. യെശയ്യാ 41:10 നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ ഞാൻ നിന്നെ എന്ന് പേഴ്സണലി എത്ര കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആരും നിന്നെ ശക്തീകരിക്കാനില്ല. ഭയപ്പെടുത്തുന്ന 100 കാര്യങ്ങൾ നിൻ്റെ ചുറ്റും കേൾക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-15 പുഴുവായ യാക്കോബെ നീ ഇപ്പോൾ പുഴുവാ. എന്നാൽ പുഴുവായ യാക്കോബിനെ ദൈവം സഹായിച്ചു കഴിയുമ്പോൾ
പുഴുവായിട്ട് തന്നെ ഇരിക്കത്തില്ല, പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. പുഴുവായ യാക്കോബിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ തെറ്റുപറ്റ ദൈവത്തിൻ്റെ വചനം, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. യെശയ്യാ പുസ്തകം 43 അധ്യായത്തിൻ്റെ 1-2 വേദഭാഗങ്ങൾ. ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. എന്താണ് അർത്ഥം? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടെ കടക്കേണ്ട സാഹചര്യങ്ങൾ വരത്തില്ലെന്നല്ല, നദിയിൽ കൂടെ കടക്കുന്ന സാഹചര്യം വരത്തില്ലെന്നല്ല, തീയിൽ കൂടെ പോകേണ്ട സാഹചര്യം വരത്തില്ലെന്നല്ല, അഗ്നിജാലം നിൻ്റെ മുമ്പിൽ വരത്തില്ലെന്നല്ല, ഇതെല്ലാം വരും. പക്ഷെ അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ല, തീയിൽ നീ വെന്തു പോകത്തില്ല, നദി നിൻ്റെ മീതെ കവിയത്തില്ല. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ വെള്ളം നിന്നെ നശിപ്പിക്കത്തില്ല, കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. എഴുതിയെടുത്തോ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. യെശയ്യാ 43:4, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആരും സ്നേഹിക്കാനില്ല, പക്ഷേ യേശു നിന്നെ സ്നേഹിക്കുന്നു. യെശയ്യാ 44:21, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറക്കത്തില്ല. ഇതെല്ലാം നിങ്ങളോടുള്ള വ്യക്തിപരമായ ദൂതായിട്ട് സ്വീകരിക്കുക. എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ തനിച്ചു വിടത്തില്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. 45 അധ്യായം 4 വാക്യം, എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം, എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെശയ്യാ 49:15, നീ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്ന് കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. യെശയ്യാ 49:16. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂതുകൾ നിങ്ങൾ കേട്ടു. എത്ര തവണയാണ് ഞാൻ നിന്നെ എന്ന് പറയുന്നത്? പുതിയ നിയമത്തിൽ പൗലോസ് ഈ ദൂത് സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് വഴിത്തിരിവായെങ്കിൽ, ഇനി മെസ്സേജ് കേൾക്കുന്നവരെ, കർത്താവ് പേഴ്സണലി നിങ്ങളോട് ഇടപെടുക. നിന്നെ സഹായിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന, നിന്നെ മറക്കാത്ത, നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2:23 സെരുബാബേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുകയാണ്. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായ ശേത്തിയലിൻ്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമൂതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. കണ്ടോ? സെരുബാബേൽ എന്ന് പറയുന്ന ദൈവദാസനോട് പറയുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. മനുഷ്യനല്ല, സങ്കടമല്ല, നിന്നെ തിരഞ്ഞെടുത്ത് ഞാനാ നിന്നെ തിരഞ്ഞെടുത്ത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്താൽ എൻ്റെ കയ്യിലെ മുദ്രാമൂതിരമാക്കും. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ഐ വിൽ മേക്ക് യു ലൈക്ക് എ സിംഗിൾ റിംഗ് ഓൺ മൈ ഫിംഗർ. എൻ്റെ വിരലിലെ മുദ്രാമൂതിരമാക്കും. മുദ്രാമൂതിരം എന്ന് പറഞ്ഞാൽ അത് അധികാരത്തെ കാണിക്കുക. എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. നിന്നെ ആർക്കും വേണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ആരും നിന്നെ സഹായിക്കാനില്ലെന്ന് നിനക്ക് തോന്നിയാലും, നിന്നോട് പറഞ്ഞതെല്ലാം പാഴായി പോകുന്നു, നിന്നോട് ഹൃദയത്തിനകത്ത് ഇപ്പോൾ പിശാച് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വെച്ചതിനെ ഓവർകം ചെയ്യും. എൻ്റെ വചനം നിവർത്തിക്കേണ്ടി ഞാൻ ജാഗരിക്കും. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അസാധാരണമായ ദൈവത്താൽ വരുന്ന ധൈര്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിറയട്ടെ. നിന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ
എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ വചനങ്ങളെ നിങ്ങളോടുള്ള പ്രവചന ദൂതായിട്ട് സ്വീകരിക്കുക. ഞാൻ നിന്നെ ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുക. ഈ ദൂതിന് ആമേൻ പറയുക. അസാധാരണമായ ദൈവപ്രവർത്തികൾ, അത്ഭുതങ്ങൾ ഈ വചനത്തിലൂടെ സംഭവിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവശബ്ദം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പേഴ്സണലി ഇടപെടുന്ന ദൈവമാണല്ലോ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ, ഞങ്ങളോട് അരുളി ചെയ്ത് നിവർത്തിക്കുന്ന ദൈവമാണല്ലോ, കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവമാണല്ലോ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ, പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണല്ലോ. പുഴുവായ യാക്കോബിനെ മെതിവണ്ടിയാക്കി തീർത്ത ദൈവം, ഷേത്യലിൻ്റെ മകനായ സെരുബാബേലിനെ എടുത്ത് ദൈവത്തിൻ്റെ വിരലിനെ മുദ്രാമോതിരമാക്കി തന്നെ തെരഞ്ഞെടുത്തത് ദൈവമാകയാൽ അപ്രകാരം ഒരു ദൈവപ്രവൃത്തി ശബ്ദം കേട്ട സകല വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ വചനങ്ങൾ അവരുടെ പേഴ്സണൽ ദൂതായിട്ട് വ്യക്തികൾ സ്വീകരിച്ചിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം. അങ്ങയോട് ചേർന്ന് നടക്കാൻ, അങ്ങയെ മാത്രം സ്നേഹിപ്പാൻ, അങ്ങയെ മാത്രം ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.